ദേശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വീട്ടമ്മ തീ കൊളുത്തി മരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈലയാണ് മരിച്ചത്. പലിശക്ക് പണം നൽകിയിരുന്ന ആബിദ എന്ന സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് കുറിപ്പെഴുതി വെച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഭീഷണിയെക്കുറിച്ച് ജുമൈല പറയുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. എൻ്റെ കട പോയിട്ടുള്ള കാശൊക്കെ അവളെ നിന്ന് മേടിച്ചു തരാൻ ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന് ഇപ്പോൾ സാധാരണ ഒരു വണ്ടി എടുത്തു കൊടുക്കുകയിട്ട് അവനെ പണിക്ക് പറഞ്ഞേക്ക് അവരെ രണ്ടാളെയും നോക്കണോട്ടുള്ള എൻ്റെ മക്കളെ നോക്കണ പോലെ അവരെ നോക്കണം. അവർക്ക് ആരുമില്ല എന്തും തോന്നരുന്നു. എനിക്ക് പിന്നെ വയ്യ പിന്നെ ഭയങ്കര ശല്യം. കുടിയിൽ വന്നിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ഒരു പൊറുതി തരണില്ല. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഗുരുവായൂരിൽ സമാനമായ ഒരു സംഭവം നടന്നത്. ഈ പലിശക്കാരുടെ ഭീഷണിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഗുരുവായൂരിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിന് സമാനമായ സംഭവം ഒരു വീട്ടമ്മയാണ് ഇത്തവണ വട്ടിപ്പലിശക്കാരുടെ കെണിയിൽ അകപ്പെട്ട് ജീവൻ വെടിയേണ്ടി വന്നത്. എന്താണ് വിവരങ്ങൾ? വ്യാപാരിയായിട്ടുള്ള മുസ്തഫയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഗുരുവായൂരിൽ സമാന നിലയിൽ ആത്മഹത്യ ചെയ്തത്. അതേ നാട്ടിൽ നിന്ന് തന്നെ വീണ്ടും ഏറെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ പുറത്തു വരികയാണ്. ഗുരുവായൂരിലെ വീട്ടമ്മ ഈ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ വ്യാഴാഴ്ചയാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ ഗുരുവായൂർ ഇരിങ്ങപ്പുറം ജുമൈല എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ആദ്യ വ്യാഴാഴ്ച പകല് ഇവരുടെ വീട്ടിലെത്തി ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആബിദ, അതായത് ഈ ജുമൈലയുടെ അയൽവാസിയായിട്ടുള്ള ആളാണ്. അവർ നാട്ടുകാരാണ്. അവരുടെ ഇന്ന് 50,000 രൂപയാണ് ഇവര് മകന് വാഹനം വാങ്ങുന്നതിന് വേണ്ടി പലിശയ്ക്ക് എടുത്തത്. ഇതിനുശേഷം 10,000 രൂപ വീതം ഓരോ മാസവും ഇവർക്ക് തിരിച്ചടച്ചിരുന്നു എന്നാണ് ഈ ജുമൈലയുടെ മകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇവർ ഈ പലിശ കണക്കാക്കിയിരുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കൊള്ളപ്പലിശ ഇവർ ഈടാക്കിയിരുന്നു. 8 മാസം സമാന നിലയിൽ പലിശ നൽകി. എന്നാൽ 2 മാസം അവർക്ക് അത് നൽകാൻ കഴിയാതെ വന്നു. അതാണ് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു കാര്യം. 50,000 രൂപയ്ക്ക് പലിശയ്ക്ക് പണമെടുക്കുന്നു. 80,000 രൂപ ഈ 8 മാസത്തിനകം തിരികെ നൽകിയിരിക്കുന്നു. അപ്പോൾ എത്ര കൊള്ളപ്പലിശയാണ് ഈ ആബിദ ഈടാക്കിയിരുന്നത് എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഏത് രീതിയിലാണ് അവർ ഈ പലിശയുടെ കണക്ക് ഒപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഏത് തോതിലാണ് അതിനെ അവരെ പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് 50,000 രൂപയ്ക്ക് 80,000 രൂപ തിരിച്ചടച്ചിട്ടും പിന്നെയും ആ പണത്തോടുള്ള ആർത്തി, പണത്തോടുള്ള ആവേശം അവർക്കുണ്ടായിരുന്നു. അതിനാണ് ഇവരുടെ വീട്ടിലെത്തി ഈ ജുമൈല എന്ന് പറയുന്ന വീട്ടമ്മയുടെ വീട്ടിലെത്തി അവർ ഭീഷണിപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ സഹോദരനുമായിട്ട് എത്തും, അപ്പോൾ എനിക്ക് പണം പൂർണ്ണമായിട്ടും തരണം എന്നാണ് ഈ ആബിദ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വീട്ടമ്മ പറയുന്നുണ്ട് തനിക്ക് ആ വെള്ളിയാഴ്ച പണം നൽകാൻ സാധിക്കില്ല, തന്റെ വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിലും പണം ഞാൻ തരാം, അതിനൊരു സാവകാശം വേണം എന്നിവരെ കേണപേക്ഷിച്ചിട്ടും കേൾക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് വീടിന് പിന്നിലെ പറമ്പിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പുലർച്ചെ മക്കളെത്തി, അതായത് രാവിലെ എത്തി അമ്മേനെ കാണാതെ വന്നതോടുകൂടി മക്കൾ നടത്തിയ തെരച്ചിലാണ് പാതി കത്തി കരിഞ്ഞ നിലയിൽ തങ്ങളുടെ മാതാവിന്റെ മൃതശരീരം മക്കൾ തന്നെ കാണുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഗുരുവായൂരിൽ നിന്നും വരുന്നത്. അതേപോലെ തന്നെ പോലീസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോണിനടക്കം നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങളെല്ലാം മക്കളെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്, ബന്ധുക്കളെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും ഗുരുവായൂർ പോലീസ് അറിയിക്കുന്നു. നിലവിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ സാനു.